ഹായ് ഹലോ, തടി കൂടിയിട്ടും വയറ് കൂടിയിട്ടുമൊക്കെ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റാതൊക്കെയാണ് നിങ്ങൾ എന്നാൽ അതാ ഒരു മോഡൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്. പാറ്റേണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ഒന്ന് നോക്കണേ. ഇതേപോലെ ഇതൊരു ഏലൻ ടോപ്പ്. ഇനി ഇതിലെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്ക് ഇങ്ങനെ ഇതുപോലെ നെക്ക് ഇവിടുന്ന് ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് ഫുള്ള് പ്ലേറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഈ ഇത് കൊടുക്കത്തില്ല, ഈ ലൈന് വരില്ല കേട്ടോ. ഈ ക്ലോത്ത് ഇവിടുന്ന് ഇതേപോലെ കൃത്യമായിട്ട് ഇതുപോലെ ഈ ക്ലോത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരും. ഈ സ്ഥലത്ത് പ്ലീറ്റ് ഇങ്ങനെ വരും. അങ്ങനെയാണ് കേട്ടോ കൊടുക്കാൻ പോണത്. അപ്പോൾ ഇതിവിടെ കട്ടിങ് വരില്ല, പകരം ഇത്ര സ്ഥലം പ്ലീറ്റ് വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്യും. എന്നിട്ട് ഈ ഭാഗം ലൈന് ശരിയാക്കും. ബാക്ക് സാധാ പോലെ തന്നെ പ്ലെയിന് ലൈനിൽ ടോപ്പ് വരുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അതിന് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ബാക്ക് പ്ലെയിന് സാധാ, പക്ഷേ ബാക്കിൽ കോളർ നെക്കാണ് കൊടുക്കുക. ഹാഫ് കോളർ നെക്കാണ് ഇതിന് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബോക്സ് പ്ലേറ്റ് പോലെ, എന്നിട്ട് ഈ ബോക്സ് പ്ലേറ്റുമെന്ന് ഇങ്ങനെ ഇത് വന്നിട്ടുള്ള പോലെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വിയും കൊടുക്കാം. പക്ഷേ വിക്ക് ബാക്കിൽ കോളർ പറ്റില്ല. അതുകൊണ്ട് എന്നിട്ട് ഈ സ്ഥലത്തുമാണെങ്കിലും പ്ലീറ്റ് കൊടുക്കുക. പക്ഷെ ഇത് ചെയ്യാൻ പോണത് ചതുരത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് കാണാം. നല്ല കറക്റ്റായിട്ട് ഇവിടെ പ്ലീറ്റ് വന്ന് എന്നാൽ സൈഡ് ഒരു ജോയിൻറ്റോ കാര്യങ്ങളൊന്നും വരാതെ കറക്റ്റായി കിട്ടുന്ന രൂപത്തിൽ കട്ടിങ് ചെയ്ത് കാണിച്ചത്. ലൈനിങ് ചെയ്യണത് ഉള്ളിൽ ലൈനായിട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അളവ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഫുൾ ലെങ്ത്ത് 42, ഷോൾഡർ 14, വേസ്റ്റ് റൗണ്ട് 33.5 13 ഇഞ്ചിലാണ്. ഹിപ്പ് റൗണ്ട് 40.5 18. പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് 37.4, വേസ്റ്റ് വരുന്നത് 33.5, ഹിപ്പ് 40.5. മനസ്സിലായല്ലോ? ഇത്രയും അളവുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമ്മൾ കണ്ടെടുക്കാനുള്ള അളവ് നെക്കിൻ്റെ ലെങ്ത്തും നെക്കിൻ്റെ വിഡ്ത്തും, അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇപ്പോൾ ഇവിടെ നെക്ക് ഇങ്ങനെ വരുന്നത് വെച്ചെങ്കിൽ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ബോക്സ് വരും. അതായത് വേസ്റ്റിൻ്റെ നമ്മളെ ബെസ്റ്റിൻ്റെ നേരെ ചോട്ടിക്കാണ് ഇത് വരിക. വേസ്റ്റിക്ക് അങ്ങോട്ട് എത്തൂല. ഈ സ്ഥലത്താണ് നമ്മൾ ഞെറിവ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ ലെങ്ത്ത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചിലാണ് യോക്ക് ലെങ്ത്ത് ആയി കൊടുക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ വരുന്നത് ലൈനാണ്. ഈ നടുവിൽ മാത്രമേ ഇത് വരുള്ളൂ കേട്ടോ ഞെറിവ്. അപ്പോൾ ഞാനിനി എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ ടോപ്പിൻ്റെ ക്ലോത്ത് വരുന്നത്. അപ്പോൾ ഇതാദ്യം തന്നെ ഇത് ഞാൻ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിടാണ് കേട്ടോ. അപ്പോൾ ആദ്യം കട്ട് ചെയ്യണത് ബാക്ക് പാർട്ടാണ്. ഇതിന് ഞാൻ ലൈനിങ് കൊടുക്കണില്ല. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിന് ലൈനിങ് വേണമെന്നുള്ള ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇതിക്കൊരു ഷെമ്മി യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നല്ല നമ്മൾ ഇതുമേലൊക്കെ കോമ്പട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ റെഡിയാക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. അപ്പം കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കണം കേട്ടോ ഞാൻ. അപ്പം ആദ്യം തന്നെ ചെയ്യാൻ പോണത് ഇതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുകയാണ്. അതിൻ്റെ താഴ്ഭാഗം ഞാനൊന്ന് ലെവൽ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടത്. ഫുൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് 42 ഇഞ്ചാണ്. അപ്പം 42ൻ്റെ കൂടെ 1 ഇഞ്ച് എഴുതി കാണിച്ചുതരാം. ഫുൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് 42ആണ്. അതിൻ്റെ കൂടെ താഴ്ഭാഗം മടക്കി അടിച്ചാൽ 1 ഇഞ്ച് പ്ലസ് മുകൾ ഭാഗത്തേക്ക് 1/2 ഇഞ്ച്, അങ്ങനെ 43.5 ഇഞ്ചാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. കണ്ടല്ലോ, 43.5 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നിന്നിട്ട് കറക്റ്റായിട്ട് 43.5 വരച്ചു വെക്കട്ടോ. സൈഡ് കാണാനല്ല, എപ്പോഴും മിസ്സിങ്ങാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടുന്ന് ഒരു കറക്റ്റ് ലൈന് കൊടുക്കുക. ഇനി ഷോൾഡർ വന്നിട്ടുള്ളത് 14ആണ്. അപ്പോൾ ഷോൾഡറിൻ്റെ പാതി 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതേ 7 ഇഞ്ച് ഇവിടെ നിന്ന് താഴത്തുനിന്ന് ഇങ്ങോട്ടും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഈ ഷോൾഡർ തന്നെയാണ് ആം ഹോളായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് 7 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഒരു വര കൊടുക്കുക. ഇനി അടയാളപ്പെടുത്തേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റ് എങ്ങനെ അടയാളപ്പെടുത്തുക വെച്ചാൽ ചെസ്റ്റ്
37.4 ഈ 37.4 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് 9.4. ഇതിക്ക് പ്ലസ് 0.7 ഇഞ്ച് തയ്യൽ തുമ്പും ലൂസ് 0.4 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ 9.4 10.4 10 ഈ മുക്കാലും 10.4ക്ക് മുക്കാൽ കൂടുമ്പോൾ 11. അപ്പോൾ 11 ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് വരേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങോട്ട് 11 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ 11 ഇഞ്ചിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. എങ്ങനെ അടയാളപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം 9.4 അടയാളപ്പെടുത്തുക. ഈ 9.4ക്ക് മുക്കാൽ ഇഞ്ച് വരുമ്പോൾ 10 വരിക. 10 ഇവിടെ അടയാളപ്പെടുത്തുക. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി അടുത്തത് കറക്റ്റായിട്ടുണ്ടല്ലോ, ഹിപ്പ് വേസ്റ്റ് അല്ല അടയാളപ്പെടുത്തേണ്ടത്, നമ്മൾ ഹിപ്പ് റൗണ്ടാണ്. അപ്പോൾ ഹിപ്പിക്കുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കുക. ഹിപ്പിൻ്റെ ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് 18 അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 18.5 അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, കറക്റ്റായിട്ട് 18.5 അടയാളപ്പെടുത്തുക. ഇനി ഹിപ്പിൻ്റെ റൗണ്ട് വരുന്നത് 40 അപ്പം 40ൻ്റെ 4 10 അപ്പോൾ 10.1 ഇഞ്ചാണ് വരിക. അതിക്ക് മുക്കാൽ ഇഞ്ച് തയ്യൽ തുമ്പും 1 ഇഞ്ച് ലൂസും ഇവിടെ നിന്നിട്ട് അടയാളപ്പെടുത്തും കേട്ടോ. അപ്പോൾ 10ഉം 1 ഇഞ്ച് 10 1 ഇഞ്ചും കറക്റ്റ്. അതിക്കൊരു മുക്കാൽ ഇഞ്ച്. അപ്പം 10.4 ഇഞ്ച്. ഈ 10.4 ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. ഇനി കറക്റ്റായിട്ട് നമ്മൾ ഈ വരച്ച വരേണ്ടല്ലോ, ഈ വരയും ഈ ചെസ്റ്റിൻ്റെ വരയും തമ്മിലുള്ള നോക്കുക 12 ഇഞ്ചാണ്. അപ്പോൾ കറക്റ്റ് പകുതി 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ വേസ്റ്റ് റൗണ്ടിന് എത്രയാണ് കൊടുത്തത്? 13.5. ഇവിടെ നിന്നിട്ട് അളക്കുക. ഇതേ കണ്ടല്ലോ, കറക്റ്റ് ആ 13.5 വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അളവ് കറക്റ്റാണോ അടയാളപ്പെടുത്തിയതെന്ന് ഇങ്ങനെ ഇതിൻ്റെ ഇടയിലുള്ളതും നമ്മൾ അളവെടുത്തതുമായിട്ട് കാണുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ കഴിയും. അപ്പം ഇനി വേസ്റ്റിൻ്റെ റൗണ്ട് അതേപോലെ തന്നെയാണ് അടയാളപ്പെടുത്തേണ്ടത്. 33.5. ഞാൻ ഇപ്പോൾ കാൽക്കുലേറ്ററൊന്നും എടുക്കാൻ നിൽക്കില്ല, കറക്റ്റായിട്ട് കാണിച്ചാൽ അത് 33.5 ഇവിടെ പിടിച്ചിട്ടോ. പകുതിയല്ലേ 13 16.4. ഈ 16.4 കറക്റ്റായിട്ട് ഇതുപോലെ ടേപ്പ് പിടിച്ചപ്പോൾ 8.4 പിന്നെ ഒരു പോയിൻറ്റും കിട്ടും. ആ ഒരു പോയിൻറ്റ് ഇവിടെ ജസ്റ്റ് ഒരു വര കൊടുക്കുക. പിന്നെ 3/4 ഇഞ്ച് ഇവിടെ നിന്ന് തയ്യൽ തുമ്പും ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുക. ഇനി കറക്റ്റായിട്ട് സ്കെയിൽ ഇട്ടു. സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാനത് വരക്കാറ്. അപ്പോൾ കറക്റ്റായിട്ട് ഈ വര ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ സ്കെയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കെർവാക്കി കൊടുക്കാം കേട്ടോ ഈ ജോയിൻറ്റിൽ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് പോവുക. കാണുന്നുണ്ട്, ഇവിടുന്ന് ഈ വരച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഈ വക്കിലോട്ട് സ്ട്രെയിറ്റ് നേരല്ല ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് അടിഭാഗത്തേക്ക് നല്ല ലൂസ് വരുന്ന കോലത്തിൽ വരച്ച് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ജസ്റ്റ് ഞാൻ ഈ ഷോൾഡർ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്നുള്ളത് കാണിച്ചു കേട്ടോ. ഇവിടെ ഷോൾഡർ 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നെക്ക് ഞാൻ ചെറിയൊരു സംഗതി ഞാൻ വിട്ടുപോയി. ഞാനിതിന് ബാക്കിൽ കോളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്താണ്ട് 14 ഇഞ്ചിന് ഞാൻ 7 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7.5 ഇഞ്ചിലാണ് ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ കോളറാണെന്നുള്ളത് മറന്നിട്ടാണ് ഇത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 7 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്, നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് ഇത് ബാക്ക് ആയതുകൊണ്ട് തന്നെ 1/4 ഇഞ്ച് മാത്രം കൂട്ടി കൊടുത്താൽ മതി. പക്ഷെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.25 ഇഞ്ചിലാണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ 2.25 ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുക. ഇത് ഞാൻ ബാക്കിൽ നെക്ക് ഷോൾഡർ ബാക്കിൽ കോളർ നെക്ക് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണിത്. അല്ലെങ്കിൽ അളവിൽ വ്യത്യാസമുണ്ട്. കോളർ നെക്ക്, ഡീപ്പ് നെക്ക്, സാധാ നെക്ക് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ അളവുകൾ നല്ല വ്യത്യാസം വരും കേട്ടോ. ഇനി ഇവിടെ നിന്നിട്ട് കൈക്കുയാണ് അടയാളപ്പെടുത്തേണ്ടത്. കറക്റ്റ് 7 അപ്പോൾ 3.5 അതിൻ്റെ പാതിയിൽ അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ഈ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിയ സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ മേപ്പിട്ട് പോന്നാൽ തയ്യൽ തുമ്പിൻ്റെ അവിടെ നേരെ നിൽക്കാം കേട്ടോ. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഇതുപോലെ. അതിന് ശേഷം
ഇവിടെ നിന്നിട്ട് ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ അര ഇഞ്ച് നമുക്ക് വരച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ടോ. അപ്പോൾ ഇതെന്താണെന്നറിയോ, നമ്മളെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടാനുള്ളതാണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പം ഇനി ഇത് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അതിന് മുന്നേ മറ്റൊരു കാര്യം കാണിച്ചാൽ ഇതാ ഈ താഴ്ഭാഗം കാണുന്നുണ്ടല്ലോ, അടിയാണ് കേട്ടോ അത് വരുന്നത്. ഇവിടെ നിന്നിട്ടൊരു 3 ഇഞ്ച് ഇങ്ങനെ കയറ്റി കൊടുക്കണം നമ്മൾ. കറക്റ്റായിട്ടൊരു 3 ഇഞ്ച് ഇവിടെ കയറ്റി വരച്ച ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. അത് താഴ്ഭാഗം തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇവിടെ വെച്ചിട്ട് കൊടുക്കുക. ഇപ്പം ഇത് ഓക്കെ ആണ് കേട്ടോ, ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ നീക്കിയിട്ട് നേരെ തിരിച്ചിടുക. താഴ്ഭാഗത്തു നിന്ന് മേലോട്ടാണ് ഫ്രണ്ടും കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കറക്റ്റാക്കി ഇടാൻ നോക്കുക. അപ്പം ഇത് കറക്റ്റായിട്ട് ഇതാണ് നമ്മൾ ബാക്ക് ഇതിമെന്ന് വെച്ചിട്ട് അടയാളപ്പെടുത്തണം കേട്ടോ ഫ്രണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഇത് വെക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഫ്രണ്ട് ഇവിടെ മാത്രം അടയാളപ്പെടുത്തുക. ഈ ഷോൾഡർ മാത്രം ഒന്ന് അടയാളപ്പെടുത്തി എടുക്കട്ടെ ആദ്യം. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ നെക്കിന് വരുന്ന എടുത്തൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കറക്റ്റായി ഇത് ഇവിടെ അല്ല കേട്ടോ ഇത് വരേണ്ടത്. ഇത് ഇവിടുന്ന് ഇവിടെയാണ് ഇത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. പറയണ മനസ്സിലാവുണ്ടല്ലോ, ഇവിടെയല്ല ഇത് അടയാളപ്പെടുത്തേണ്ടത്. ഈ സംഗതി അടയാളപ്പെടുത്തേണ്ടത് കറക്റ്റ് ഇവിടെയാണ്. അപ്പം ഞാനിത് എന്തിനാണ് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചാൽ ഈ നെക്കിൻ്റെ അളവ് എനിക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കിട്ടിയാൽ കറക്റ്റായിട്ട് ഞാൻ ഇതിങ്ങോട്ട് അടയാളപ്പെടുത്തും. അപ്പോൾ ഇവിടെ നിന്നിട്ട് യോക്കിന് നമ്മൾ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് കാണിച്ചത് ഇവിടെ നിന്നിട്ട് യോക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 12ആണ്. അപ്പോൾ ആ 12 ഇഞ്ചിനെ അടയാളപ്പെടുത്തുക. കാരണം 1 ഇഞ്ച് ഇവിടെ പോകും. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്ത് ചെറിയൊരു മാറ്റം വരണം. കറക്റ്റായിട്ട് ലെങ്ത്ത് 42 ഉള്ളത് 43.5. അപ്പോൾ കറക്റ്റ് 43.5. ഇവിടുത്തെ 1 ഇഞ്ച് ഞാൻ എനിക്ക് കയറ്റിയിട്ടാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇടണ പോലെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഈ ഷേപ്പ് ഈ ലാസ്റ്റിൽ കൊണ്ടുപോയിട്ട്, അതായത് ഇവിടുന്ന് ഏകദേശം 3 ഇഞ്ചിൽ നമ്മൾ ഞൊറിവ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ 3 ഇഞ്ചിലെ ഞൊറിവ് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ ഇതിൽ കാണിച്ചത്. ഇത് നമുക്ക് ഇത്ര ബാക്ക് എടുക്കണം എന്നില്ലായിരുന്നു. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ചത് ഇങ്ങനെ ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഈ ഷേപ്പ് കിട്ടണം. ഞാനിത് കാണുന്നുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ലാസ്റ്റ് വെച്ചിട്ട് ഈ കറക്റ്റായിട്ട് ഇതിൻ്റെ നേരെ മേലെ വെച്ച് കാണിക്കുക. ഇവിടെ നമ്മൾ വരച്ചിട്ടല്ലോ ആ വരമ്മൽ ഇത് കൊണ്ടുപോയി വെക്കുക. ഇവിടെ കറക്റ്റായിട്ട് ഇത് വെക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾക്കൊരു 6 ഇഞ്ച്, കാരണം 3 ഇഞ്ച് ഒരു സൈഡുക്കും 3 ഇഞ്ച് ഒരു സൈഡുക്കുമാണ് ഈ ഞെറിവ് വരിക. നമ്മളൊരു ബെസ്റ്റ് പോയിന്റ് മുതൽ മറ്റൊരു ബെസ്റ്റ് പോയിന്റ് വരെ 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 6 ഇഞ്ചാണ് ഇത് 2 ഭാഗമാണ്. 6 ഇഞ്ച് വരുമ്പോൾ 3 ഇഞ്ചാണ് വരിക. അപ്പോൾ 3 ഇഞ്ചിൻ്റെ ഇരട്ടി 6 ഇഞ്ച്. അപ്പോൾ അത്ര ഞെറിവ്, ചെറിയ കുഞ്ഞു ഞെറിവ് മതി കേട്ടോ. അപ്പോൾ ഒരു 7 ഇഞ്ചിലൊക്കെ നമ്മളത് 6 ഇഞ്ചിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു അടയാളം കൊടുക്കുക. കറക്റ്റായിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തെന്നി മാറിയിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് റെഡിയാക്കി കൊടുക്കുക. ഇതേ കണ്ടല്ലോ, കറക്റ്റായിട്ട് ഈ ലൈനിൽ
ഇത് പ്ലേസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ കണ്ടല്ലോ, ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയത് 6.5 ഇഞ്ചാണ്. ആ ഒരു 6.5 ഇഞ്ച് ഇവിടെയും അടയാളപ്പെടുത്തുക. എന്തിനാണെന്ന് വെച്ചാൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചത് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിത് കറക്റ്റായിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചെടുക്കുക. ഓക്കെ, ഇത്ര സ്ഥലം ഇത് വരക്കാനുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കറക്റ്റായിട്ട് ഈ പ്ലേസിലോട്ട് ഇങ്ങനെ ഒരു സ്ഥലം കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പം ഇത് നോക്കണ്ട കേട്ടോ, ഇതാണ് അളവ് വരിക. ഇത് കറക്റ്റ് അളവാണ്. അപ്പോൾ ഇതിൽ ഒരു വ്യത്യാസം വരുത്തുന്നത് എന്താ വെച്ചാൽ ഇത് ഇവിടെ ഇങ്ങനെ ചുരുങ്ങിയിട്ട് ഇതിലോട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വന്നതിനുള്ള തയ്യൽ തുമ്പ് നമ്മൾ ഇവിടുന്ന് ഇവിടേക്കും കാണണം. ഇതിവിടെ മടക്കിയടിക്കുമ്പോൾ ഇതിനുള്ള തയ്യൽ തുമ്പാണ് ഈ വരച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം ഇവിടെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു കേട്ടോ. ഇത്ര സ്ഥലമാണ് ഇങ്ങോട്ട് വരും, മനസ്സിലായല്ലോ? ഈ സ്പേസ് മുതൽച്ച് ഇത് ഫുള്ള് നെക്കിൻ്റെ സ്പേസാണ്. അപ്പം ഇത്രയും സ്ഥലത്തുള്ള ഞൊറിവ് ഇങ്ങോട്ട് കൂടാണ്ട് ഈ ഒരു ചെയ്യണതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷന് ഞാൻ ഈ പേപ്പറിലൊന്ന് തീർത്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ ഈ പേപ്പറിൽ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു കേട്ടോ. നിങ്ങൾക്കൊരു എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആകാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ, അപ്പോൾ പെട്ടെന്ന് പേപ്പറിൽ കാണിച്ചെന്നാൽ എനിക്ക് അത്ര കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആദ്യം അളവ് ഇതിൽ വെട്ടിയത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് വെച്ച ശേഷം ഈ അളവ് നമുക്ക് ഇതിക്കണ്ട് പാറ്റേൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിത് കറക്റ്റായിട്ട് പാറ്റേൺ ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതേ കണ്ടല്ലോ, ഇതാണ് നമ്മളെ അളവ് വരുന്നത്. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഷോൾഡറും ഇത് അടയാളപ്പെടുത്തിട്ടോ. നെക്കിൻ്റെ ലെങ്ത്ത് 2.75 3 ഇഞ്ചാണ് കറക്റ്റായിട്ട് നെക്ക് വരേണ്ടത്. 2.75 പക്ഷേ കറക്റ്റായിട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കാണിച്ചുതരാം. ഇനി ഫ്രണ്ടിക്ക് ഇത് കോളർ നെക്കുമ്പോൾ വന്നാലൊരു ഭംഗിയുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഫ്രണ്ടിക്ക് ഞാനൊരു വീനെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റായിട്ട് ഇവിടുന്ന് വരക്കുന്നുണ്ട് കേട്ടോ. ഈ 2.75 തന്നെ വരക്കല്ല, എന്നാൽ നമുക്ക് വരച്ച് പോകും. 2.75 തന്നെ ഞാൻ വരച്ചിട്ട് കാണിച്ചു കേട്ടോ. കറക്റ്റായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു വി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെയാണ് ബോക്സ് പ്ലേറ്റ് വരേണ്ടത്. അപ്പം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇനി നെക്കിൻ്റെ ഇവിടുന്ന് ഏകദേശം ഈ ഷോൾഡറും ഇതും തമ്മിലുള്ളത് 4.5 ശ്രദ്ധിച്ചല്ലോ. 4.5 ഇഞ്ച് കൂട്ടുക, 4.5 ഇഞ്ച്. അപ്പോൾ ഇത് നേരെ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ വയ്ക്കുക. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഇഞ്ച് തയ്യൽ തുമ്പ് വരും, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഇഞ്ച് തയ്യൽ തുമ്പ് വരും. അപ്പോൾ ഈ തയ്യൽ തുമ്പ് പോകാനാണ് ഇങ്ങനെ കട്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട് നമ്മൾ 12 ഇഞ്ചല്ലേ, ആ 12.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. 12.5 വരുമ്പം ആണ് കറക്റ്റ് വരേണ്ടത്. അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും, പക്ഷേ ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് കയറി നിൽക്കണം. ആ കയറി നിൽക്കാൻ ഇത് 12 തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടുന്ന് കറക്റ്റായിട്ട് ഇങ്ങോട്ട് എത്രയാണോ അടയാളപ്പെടുത്തി അതിന് 5.25. ആ 5.25 കറക്റ്റായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ഇത് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു പീസാണ് നമുക്ക് ഇതിൽ നിന്ന് പോകേണ്ടത്. അപ്പം ഞാനിതൊരു കറക്റ്റായിട്ട് ഇപ്പം കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കണേ. ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട്
12.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. പക്ഷേ അത് നമ്മൾ 12ക്ക് കയറ്റി കൊടുക്കുന്നത് അവിടെ 12.5ക്ക് അരച്ച് തയ്യൽ തുമ്പായിട്ട് പോകും. അപ്പോൾ ഇവിടെ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് 5.25 അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് ഇവിടെ പോകും, ഇവിടെ ഒരു 1/2 ഇഞ്ച് പോകും. അപ്പം ഈ ഒരു പീസാണ് നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ നിന്ന് വെട്ടിയെടുക്കേണ്ടത്. ഇത് സ്ലിം നെക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വരിക. ഈ ഒരു പീസ് നമ്മൾ മാറ്റി വെക്കണം, ഇതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഇനി കറക്റ്റായിട്ട് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്തത് കണ്ടല്ലോ, ഇവിടെ ഇത് കറക്റ്റായിട്ട് വരും. ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വരച്ചു കൊടുക്കണം. ഇത് കറക്റ്റ് വെച്ച ശേഷം ഇവിടെ നമ്മൾ വരച്ചു കൊടുക്കട്ടോ. ആദ്യം പറഞ്ഞതൊന്നും എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാൻ കഴിയണില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പാറ്റേൺ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ വരച്ചിട്ട് ഇനി ഇതിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ കയറ്റി ആ കറക്റ്റ് ലെവലിൽ വരാൻ വേണ്ടിയിട്ട് ഒരു അടിയിൽ നമ്മൾ ആദ്യം കൂട്ടിയിട്ടുണ്ട്, പക്ഷേ നെറൂല് കൂട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഇതിവിടെ തയ്യൽ തുമ്പായിട്ട് കൂട്ടും, എന്നാലും അതവിടെ പോകത്തില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പീസ് നമ്മൾ മാറ്റിയേക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പീസ് ഇത് ഇത്ര ആയിട്ട് കുറച്ച് ഇങ്ങോട്ട് ഞെറിവിട്ട് വരണം. അപ്പോൾ ഇത് ഇത്രയും ഇരട്ടിയാണുള്ളത്. അപ്പോൾ ചെറിയ ഞൊറിവിനെ ഇത് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ചാൽ ഇവിടെ നൂലിട്ടിട്ട് ആദ്യം വലിക്കണം. അതിൻ്റെ മുന്നേ ഈ ഒരു പീസിനെ നമ്മളൊരു പീസ് വെച്ചിട്ട് മറച്ചടിച്ചെടുക്കണം. അത് മറച്ചടിക്കുന്നത് ക്യാൻവാസ് ഇട്ടിട്ട് മറച്ചടിക്കണം. അപ്പം മാത്രമേ ഈ പീസ് നമുക്ക് നല്ല തിക്നെസ്സിൽ ഇവിടെ നിൽക്കുകയുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ് തന്നെ മറിക്കണം പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ക്യാൻവാസ് ഇട്ട് മറിക്കേണ്ടത് ഇങ്ങനെ ഈ ഞൊറിവ് ഇവിടെ കൊടുത്ത് ഈ ലെവലിലേക്ക് ഇത് കൊണ്ടുവന്ന ശേഷമാണ് ഈ കറക്റ്റ് അളവുണ്ടല്ലോ, ഈ അളവിന് ഇതാക്കിയെടുത്ത ശേഷമാണ് ഇവിടെ ക്യാൻവാസ് ഇട്ട് മറിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത്തുള്ള പീസ് ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ പീസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് റെഡി ആക്കിയിട്ട് മാത്രം ഈ പീസ് കട്ട് ചെയ്താൽ മതി. ഇനി ഇതിൽ ഇവിടെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാണ്ട് അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിനാദ്യം സ്ലീവ് കട്ട് ചെയ്യും. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ ഇതേ കറക്റ്റായിട്ട് ഈ ബാക്ക് പോർഷനെ നമ്മൾ പിടിക്കുമല്ലോ. ഇതാണെന്നപ്പോൾ 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഈ 9 ഇഞ്ച് ഇതിന് വീനക്കാണ് ഞാൻ വരച്ചത്. മിക്കവാറും വീനക്കല്ല, ചതുര തന്നെ ചെയ്യും. കാരണം ബാക്കിൽ കോളർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചതുരയേക്കാളും ബെറ്റർ. അപ്പോൾ ഇതാട്ടോ കറക്റ്റായിട്ട് കണ്ടല്ലോ. മറന്നു നമ്മളത് കണ്ടല്ലോ എങ്ങനെയാണ് ഷോൾഡർ കൈക്കൂലി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. കറക്റ്റ് 9 ഇഞ്ച് കണ്ടല്ലോ. ഇനി ഇതിലാണ് കാണിച്ചത് 9 ഇഞ്ച്. അപ്പം നമ്മൾ കയ്യിനുള്ള അത് കയ്യിനൊറ്റക്ക് പോരാ, നമുക്ക് ആ പീസിനൊക്കെ ഉള്ള പീസ് ഇതിനൊന്ന് കാണണം. അപ്പോൾ കറക്റ്റായിട്ട് സ്ലീവിന് മാത്രം നമ്മളൊന്ന് ഈ ഒരു പീസ് ഇത് കറക്റ്റായിട്ട് 2.25 ഇഞ്ചേ ക്ലോത്തുള്ളൂ. കണ്ടല്ലോ 2.25 ഇഞ്ച് ക്ലോത്ത് ചെയ്തുള്ളൂ. അപ്പോൾ ഇതിന് 3 മീറ്റർ ഉണ്ടാകുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഞാനിത് സ്ലീവ് ഈ ബാക്കി അടിഭാഗം നെറുഭാഗം ആക്കി കട്ട് ചെയ്തുകൊണ്ട് ബാക്കി വന്നത് ഞാൻ സ്ലീവിന് എടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9 ഇഞ്ചാണ്, 8 ഇഞ്ച് മതി. അപ്പോൾ ജസ്റ്റ് സ്ലീവ് വെറുതെ ക്ലോത്ത് കളയണ്ടെന്നുള്ള നിലക്കന്നെ കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെയൊക്കെ കണ്ടല്ലോ ഏറ്റുകുത്തനെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റിൽ പിടിച്ചിട്ട് ഞാനിത് കറക്റ്റിലാക്കിയിട്ട് ഇത് കറക്റ്റാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഇവിടുന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് തന്നെയാണ് എടുക്കാൻ വേണ്ടി 20 ഇഞ്ച്. അപ്പോൾ ഇവിടെ നിന്നിട്ട് കറക്റ്റായിട്ട് 21 ഇഞ്ചുണ്ട്. ഈ 21 ഇഞ്ച് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ 8.5 മതിട്ടോ. ഇവിടെ നിന്നിട്ട് ഒരു 8.25 ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി, ഇവിടെ നിന്നിട്ട് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക താഴോട്ട്. ആ കറക്റ്റ് 3.5 ഇഞ്ചിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ച് പോരുക. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗമാണ് കൊടുക്കാൻ പോണത്.
അപ്പം ഞാനിത് കട്ട് ചെയ്യണത് ഒരു ലൂസ് സ്ലീവ് ആയിട്ടാണ്. ഇനി കട്ടിങ് ഇങ്ങനെ ഇതിൻ്റെ മട്ട നിൽക്കുന്നറിയില്ല, അതുപോലെ സ്ലീവ് നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ മാറ്റിയെടുക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഒരു കട്ട് കൊടുക്കുക. ഈ സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാണ്ട്, അതായത് ഇങ്ങനെയല്ല കേട്ടോ, ഈ ഫ്രണ്ടും ബാക്കും ഒന്ന് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടാണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസിനുള്ളത് റെഡിയാക്കണം കേട്ടോ. ഞാൻ ആദ്യം ചെയ്യാൻ പോണത് ഇത് കറക്റ്റ് ആക്കുക. ഈ ഒരു അളവുണ്ടല്ലോ, ഇത് കറക്റ്റാക്കിയിട്ട് ചുരുക്കിയിട്ട് കൊണ്ടുവരണം. ഇത് എത്രയാണ് നമുക്ക് ആയി കിട്ടേണ്ടതെന്നുള്ളത് ഇത് കറക്റ്റാക്കി നോക്കും. ഇവിടെ വെച്ചിട്ട് 10.5 ഇഞ്ചാണ് ഇത് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 10.5 ഇഞ്ച് 11 ഇഞ്ചിൽ തന്നെ കിട്ടണം. കാരണം 4 ഇഞ്ച് നമുക്ക് ഇവിടെ മറിച്ചെടുക്കണ്ടാവും. അപ്പോൾ ഇത് എത്ര ഞെറിവിടണം എന്നുള്ളത് നോക്കും കേട്ടോ. ഇത് 22 ഉണ്ട്, അപ്പം 11.5 ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വലിയ സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ കൊടുത്ത ശേഷം ആ സ്റ്റിച്ചിനെ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരണം കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഇവിടെ വലിയൊരു സ്റ്റിച്ച് ഇട്ടിട്ട് വരാം. ഇതാ ഞാനിവിടെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത് ഈ സ്റ്റിച്ച് ഇങ്ങനെ വലിച്ചു കൊടുക്കുക നേരെ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്ത് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. ഇത് അയൺ ചെയ്തൊക്കെ കൊടുക്കണം. ഇങ്ങനെയാകുമ്പോൾ ഞാൻ ഇത് കണ്ടല്ലോ, ഇത് പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇവിടെ പൊന്തി നിൽക്കും. അപ്പോൾ ഇത് ഞാൻ ചുരുക്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നാക്കി അയൺ ചെയ്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ മുന്നേ ആദ്യം ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കണം. അല്ലെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും നീങ്ങി കൊടുക്കും. അപ്പം ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇത് 2 പീസ് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ പീസിൻ്റെ വക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം വക്ക് അടിച്ചെടുത്ത ശേഷം ഈ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, ഈ പീസാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇത് കറക്റ്റായിട്ട് ഒന്ന് അയൺ ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നൈറ്റാണ്, മക്കളൊക്കെ ഉറങ്ങി പറഞ്ഞാൽ ബെഡിന്നാണ് അയൺ ചെയ്യൽ. ഒന്ന് റെഡിയാക്കണം. അതുകൊണ്ട് ഈ പീസ് വെച്ചിട്ട് ഇതിനെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മറിച്ചെടുക്കുക കേട്ടോ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ പ്രസ്സടി കൊടുത്തിട്ട് ഇങ്ങനെ മറിച്ചിട്ട് ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് എടുത്തത്. അപ്പം ഇനി അത് മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു കേട്ടോ. ഇത് ഫുള്ള് മറിച്ചടിച്ചിട്ട് വേണം ഇതിക്ക് ബാക്കി ജോയിൻ ചെയ്യാൻ. അതായത് കണ്ടല്ലോ, ഇതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസ് ഉണ്ടല്ലോ കറക്റ്റായിട്ട് ഇവർക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇങ്ങനൊരു പീസ്. എന്നാൽ ടൈമിൽ നെക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം ഇനി അടുത്ത ഈ ഒരു പീസ് ചെയ്യുന്ന ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പീസ് ഇത് ഈ ക്ലോത്തിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഞാനിവിടെ വെച്ചിട്ട് ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. കറക്റ്റായിട്ടത് ഈ പീസ് ഞാൻ എടുക്കണം. കറക്റ്റായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇത് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുത്തിട്ട് മറിച്ചടിച്ചെടുക്കാം. പക്ഷെ ഞാൻ ചെയ്യണില്ല. ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ക്യാൻവാസിട്ട് വേണമെങ്കിൽ ഒട്ടിക്കുകയൊക്കെ ചെയ്യാമെന്നും ചെയ്യണില്ല കേട്ടോ. ഇതൊരു അവിടെ ഒരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിന്മേൽ കറക്റ്റായിട്ട് ഈ ലൈന് വരച്ച് കൊടുക്കുക. ഈ ലൈന് കറക്റ്റായിട്ട് ഇങ്ങനെ ആദ്യം ഇതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ ഈ നടുഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചെടുക്കുക. അതേ
അത് ഇത് കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഷേപ്പ് വരും, അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നു. ഈ ടോപ്പ് ഇതിന്മേൽ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ഇവിടെ പിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നെക്ക് ഫ്യൂസിങ് ഷീറ്റ് ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിന്മേൽ വെച്ചിട്ട് നെക്ക് മറിച്ചടിക്കണം കേട്ടോ. ഇത് കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ മറിച്ചടിച്ചെടുക്കണം. അപ്പോൾ കോളറിന് ഇത്ര സ്ഥലം വിട്ടിട്ടാണ് കേട്ടോ മറിച്ചെടുക്കുന്നത്. ഞാനിത് കോളർ ചെയ്യാനുള്ളതാണ്. ഇത് ബാക്ക് നെക്ക് ഒരു അരല്ല മുക്കാലോളം ആയിട്ടാണ് വിട്ടത്. ഇതിൽ കണ്ടല്ലോ. ഇനി ഷോൾഡർ രണ്ടിൻ്റെയും ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ കോളർ ആയതുകൊണ്ട് തന്നെ സാവധാനം ചെയ്യും. പിന്നെ ഞാനിതിൻ്റെ നെക്കും ഇതൊക്കെ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നെക്ക് ഞാനൊരു ചതുരത്തിലുള്ള ഒരു നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും ഇതിന്മേൽ ക്യാൻവാസ് വെച്ച് ചെയ്തൊക്കെയാണെങ്കിൽ ഇത് നല്ല പെർഫെക്ഷൻ കിട്ടും. ഇത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങി പോയിട്ടുണ്ട്. ഇങ്ങോട്ട് വരണ്ടിയിരുന്നു കേട്ടോ. നീവിപ്പോൾ കഴിച്ച് ചെയ്യാനൊന്നുമില്ല. അപ്പം സ്ലീവ് വെച്ചിട്ടുണ്ട്. സ്ലീവിനൊരു പൈപ്പിങ് കൊടുക്കാമെന്ന് കരുതുന്നു കേട്ടോ. ഈ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ പൈപ്പിങ് കൊടുത്താലാന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ ചെറിയൊരു പൈപ്പിങ് ഉണ്ടായാലല്ലേ ഭംഗി ഉണ്ടാവില്ലേ. ചെറിയൊരു പൈപ്പിങ് ഇനി ഒരു അത്ര അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് സ്ലീവിൻ്റെ ഇവിടെ മടക്കി അടിച്ചിട്ട് ഷേപ്പ് കൂട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം എനിക്ക് അടിക്കാണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അത് കട്ട് ചെയ്യാണ് കേട്ടോ. കണ്ടല്ലോ, താഴ്ഭാഗം ഇതുപോലെ നിർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കറക്റ്റായിട്ടിത് ഈ ബാക്ക് പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇവിടെ നിന്ന് നിർത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നിർത്തിയിട്ട് കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് എക്സ്ട്രാ വിട്ടതുകൊണ്ട് തന്നെ എത്ര വിട്ടത് നേടാം. അപ്പോൾ നമ്മൾ ഇത് ഷേപ്പ് ചെയ്ത് അടിച്ചെടുത്ത ശേഷം ചെയ്യാം. ഇതിൻ്റെ അടിഭാഗം റെഡിയാക്കിയിട്ടതാണ് കേട്ടോ. ഇത് കറക്റ്റായിട്ട് ഇത് ബാക്കി കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവുമ്മൽ ചെറുതായിട്ട് ഇത് പാൻറ്റിൻ്റെ ആ തുണി ഒന്ന് പട്ടയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ് അടിച്ചിട്ടുണ്ട്. ഈ താഴ്ഭാഗം അടിച്ച് ഫുൾ ഓവർലോക്ക് ചെയ്താൽ സ്റ്റിച്ചിങ് കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടല്ലോ, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ട് കേട്ടോ, കണ്ടല്ലോ. ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു പ്ലേറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് കണ്ടല്ലോ, ഇതുപോലെ ബെൽ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 2 സ്ലീവ് ബെൽ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. പാൻറ്റിൻ്റെത് ചെറുതായിട്ട് പട്ട കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ വരുന്നത്. കണ്ടല്ലോ, ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്ക് കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക.